സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കേട്ടിട്ടില്ലാത്ത വിവാദ കൊടുമുടിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നെത്തിയിരിക്കുന്നത്. കുറെ കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തു വരുന്ന ആരോപണ ശരങ്ങൾ ഇന്നിപ്പോൾ കൂടുതൽ വ്യക്തമായി പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. യുവ നേതാവിനെതിരായ നടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിക്കപ്പെടുന്ന യുവ നേതാവിനെതിരെ പാർട്ടിയിലും ആക്ഷേപമുണ്ട്. യുവ നേതാവിനെതിരെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുൻപിലും ചില ആക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് വിവരം. അതേസമയം പരാതികളിന്മേൽ നടപടിയെടുക്കുന്നതിനായി AICCയും പ്രതിപക്ഷ നേതാവും KPCCയും യുവ നേതാവിന്റെ രാജി വാങ്ങാൻ ഒരുങ്ങുകയാണ്. പാർട്ടിയുടെയും യുവ നേതാവിന്റെയും പേര് നടി വെളിപ്പെടുത്താത്ത പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം ഇപ്പോൾ നേതൃത്വം നടത്തിയിട്ടില്ല. എന്നാൽ ഇടത് സംഘടനകൾ ഉൾപ്പെടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്നതും കോൺഗ്രസിന് തലവേദനയാണ്. പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സംശയം നീളുന്നത് രാഹുലിലേക്ക് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടാതെ നടി വ്യക്തമാക്കുന്നത് തനിക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുകയാണെങ്കിൽ പാർട്ടിയുടെയും വ്യക്തിയുടെയും പേര് പരസ്യമായി പുറത്തുവിടുമെന്നുമാണ്. റിനി രാഹുലിന്റെ പേര് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലെങ്കിലും രാഹുൽ പറഞ്ഞ ഹൂ കെയേഴ്സ് എന്ന അതേ വാദം ആവർത്തിക്കുന്നത് ഈ ആരോപണം രാഹുലിലേക്ക് തന്നെ എത്തിയിരിക്കുന്നതാണ്. റിനി പേര് പറയാതെ ആരോപണം ഉന്നയിച്ചെങ്കിൽ യുവ എഴുത്തുകാരി കൂടിയായ ഹണി ഭാസ്കരൻ രാഹുലിന്റെ പേര് വ്യക്തമായി പറയുകയും ഗുരുതരമായ ആരോപണം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ തന്നോട് സമൂഹ മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കരൻ ആരോപിക്കുന്നത്. രാഹുലിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിന് അറിയാമെന്നും എന്നാൽ അയാളിലെത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും ഹണി പറയുകയുണ്ടായി. രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുണ്ടെന്നും ഹണി ഭാസ്കരൻ ആരോപിക്കുന്നുണ്ട്. യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ ആദ്യമായി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എന്നാൽ പിന്നീട് പല സ്ഥലങ്ങളിൽ ചെന്ന് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയായാണ് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത്. ഈ പ്രവൃത്തി തന്നെ അങ്ങേയറ്റം അശ്ലീലമല്ലേ എന്നാണ് ഹണി ചോദിക്കുന്നത്. ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഹണി പങ്കുവച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയുണ്ടായി. എന്നാൽ ഇത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചത്. രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുമെന്നും ഹണി ഭാസ്കരൻ പറയുന്നു. ഏതായാലും രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നിലവിൽ പാർട്ടിയുടെയും AICCയുടെയും KPCCയുടെയും തീരുമാനം രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് തന്നെയാണ്. അല്ലാത്ത പക്ഷം CPMഉം BJPയും ഇതൊരു രാഷ്ട്രീയ ആയുധമായി പാർട്ടിക്കെതിരെ ഉപയോഗിക്കുമെന്നും വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാർട്ടി തീരുമാനിക്കുകയും പകരം ഉചിതനായ മറ്റൊരാളെ തൽസ്ഥാനത്ത് കൊണ്ടുവരുന്നതുമായുള്ള ചർച്ചകൾ പാർട്ടിക്കിടയിലും യൂത്ത് കോൺഗ്രസിനിടയിലും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ച നടത്തി. മുതിർന്ന നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്തിയ ശേഷമാകും ഔദ്യോഗിക തീരുമാനം. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയെന്നാണ് വിവരം. ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടന നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. തെറ്റുകാരനാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗമായി തുടരുമെന്നാണ് വിവരം. ഇപ്പോൾ ഏതായാലും രാജി MLA സ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതിന് കാരണമായി നേതാക്കൾ കണക്കുകൂട്ടുന്നത് ഇനി കേവലം മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളതെന്നാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജി വാങ്ങിയാൽ അത് മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചകൾക്കിടയാക്കും. അത് സ്വാഭാവികമായും പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനും അതിനുശേഷം മണ്ഡലത്തിൽ മറ്റൊരാളെ പരിഗണിക്കാനുമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. എന്നാൽ ഇനിയും ഇത്തരത്തിൽ പരാതികൾ കൂടുതൽ ഉയർന്നു വന്നാൽ രാഹുലിന് MLA സ്ഥാനവും നഷ്ടമായേക്കാം.